തോന്നിവാസം. അത് അവനാന്റെ ബാപ്പി നീ കണ്ണോണ്ട് കാണേണ്ടി വരിക എന്ന് പറഞ്ഞാലേ അതിനേക്കാളും നല്ല ഹതഭാഗ്യം വേറില്ല. എന്റെ കുട്ടിനെ എത്ര കാലം പറ്റിക്കരുതേ, ചതിക്കരുതേ, വഞ്ചിക്കരുതേ, ഞാൻ ഇത്ര കാലം എന്റെ കുട്ടനെ വിശ്വസിച്ചൊക്കെ വെറുതെ എന്ന് അവനാന്റെ മക്കളെ കുറിച്ച് ബാപ്പാക്കും തോന്നിയ കഴിഞ്ഞ മക്കളെ ഭൂമിയുടെ അടിക്ക് താന്നു പോയാൽ മതി കരുതും. ബാപ്പ പഠിക്കാൻ കിട്ടോ എന്ന് പറഞ്ഞ് നിങ്ങള് ബാപ്പാനോട് ചോദിച്ചു വാങ്ങിയ മൊബൈല് നിങ്ങൾ റൂമിൽ ഇങ്ങനെ തോന്നിയാസം കണ്ടോടുക്കുക വിചാരിച്ചോളി. നിങ്ങളിങ്ങനെ തോന്നിവാസം മൊബൈൽ ഇങ്ങനെ കണ്ടോടുക്കുകയാണ്. കുറെ നേരം ഇങ്ങനെ കണ്ടോടുക്കുക. പിറകുന്ന പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന നിങ്ങളെ ബാപ്പാനെയും രണ്ടാളും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇത്ര നേരം കണ്ട തോന്നിവാസം അവർ കണ്ടോടുക്കുക. നിങ്ങൾ എന്താ ചെയ്യാ? മൊബൈൽ നിങ്ങൾ ഓടുന്നു. ചിലപ്പോ വീട്ടിൽ തിരിച്ചു ഓണം വൈകൾ പോകും. തിരിച്ചു വന്നു എന്ന് കരുതിക്കോ. എന്താ വൈകറിയോ? നിങ്ങളെ അമ്മ നിങ്ങളെ മുമ്പിൽ തട്ടം ചുറ്റി നടക്കൂ. നിങ്ങളെ അനിയത്തിനെ പെങ്ങളെ വീട്ടിൽ തളിച്ചാൽ നിങ്ങളെ ബാപ്പ പുറത്തുമില്ല. നിങ്ങളുടെ ബൈക്കിന്റെ പിറകിരിക്കാൻ നിങ്ങളുടെ ഉമ്മ അടക്കും വെറുക്കും. ഭൂമി അടിയിക്ക് താഴ്ന്നു പോയി ഞാൻ ഇല്ലാണ്ടായാൽ മതി തോന്നിപ്പോ. വിശ്വാസം ട്രസ്റ്റ് ഒറ്റ വട്ടം പൊട്ടിയ കഴിഞ്ഞു. ഞാൻ എപ്പോഴും എന്റെ മക്കളോട് പറയലേ, മക്കളെ വാപ്പി ഇനി അറിയാൻ പാടില്ലാത്തൊരു ബന്ധവും ഒരു ശീലവും നമ്മൾക്ക് ഇല്ലാതെ എന്ന സ്വസ്ഥ സമാധാനം കിട്ടുന്ന ലഹരി പദാർത്ഥങ്ങളിലേക്ക് കടന്നു പോകുന്ന പുതിയ കാലഘട്ടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര വാർത്ത കിട്ടും? വാപ്പാനെ കൊന്ന വാർത്ത, ഉമ്മാനെ കൊന്ന വാർത്ത. ഒരു ഉമ്മ പാറമടയിൽ ജോലിക്ക് പോയി ബാക്കി സമയം അടുക്കള വീട്ടിൽ പോയി വീട്ടിൽ അടുക്കള പണിട്ട് മകനെ നോക്കുക. ആ മകൻ ഡിഗ്രിക്ക് വേണ്ടി പറഞ്ഞയച്ചു. ഡിഗ്രിക്ക് വേണ്ടി പറഞ്ഞയച്ച മകൻ ആഴ്ചക്കാഴ്ചക്ക് ഉമ്മാണ് പൈസ വാങ്ങി. ഉമ്മാക്ക് സംശയം, എന്തിനത്ര വലിയ പൈസ? ഉമ്മ 2 ആഴ്ച കൊടുത്തില്ല. മകന്റെ സ്വഭാവം മാറാൻ തുടങ്ങി, പെരുമാറ്റം മാറാൻ, ചൂടാകാൻ തുടങ്ങി, ശകാരിക്കാൻ തുടങ്ങി. ലീവിന് വന്ന മകൻ നിസ്കാരത്തിൽ സുജൂദ് കിടക്കുന്ന ഉമ്മാനെ തലക്കടിച്ച് ഉമ്മാനെ കഴുത്തറുത്തു കൊന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു. ആ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവില്ലേ, എന്റെ കുട്ടി എന്താ എന്നോട് ഈ കാട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടാവില്ലേ? ഉമ്മ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ? വാപ്പാട് എന്താ ഈ കുട്ടി കാട്ടുന്ന വാപ്പ ചോദിച്ചിട്ടുണ്ടാവില്ലേ? ഇതൊന്നും ഓന് തലയിൽ കേറി അവന്റെ ലഹരിയുടെ കെട്ടഴിഞ്ഞപ്പോ മനസ്സിലായി ചെയ്ത മഹാ തെറ്റാ. സ്റ്റേഷനിൽ പോയി സ്വയം പറഞ്ഞു, ഉപ്പാനെ ഞാൻ കൊന്നു, ഉമ്മാനെ കൊന്നു. അപ്പൊ നേരത്തെ അവനെ കൊണ്ട് ചെയ്യിച്ചതോ അതിന്റെ പേരാ ലഹരി. അവനും കരുതിയിട്ടുണ്ടാവും ഞാൻ അതൊക്കെ നിർത്തും, എനിക്ക് വലിയ അഡിക്ഷൻ ആകൂല, ഞാൻ വെറുതെ തുടങ്ങുക, വേഗം അവസാനിപ്പിക്കും. അവൻ കരുതിയിട്ടുണ്ടാവും. ആ വാപ്പി ഇനി കരുതിയിട്ടുണ്ടാവും, എന്റെ കുട്ടി എനിക്കൊരു പ്രശ്നം വന്നാൽ എന്റെ മുമ്പിൽ നിൽക്കും, എനിക്ക് താങ്ങായി തള്ളായി കരുതാൻ എന്റെ കുട്ടി ഉണ്ടാവും. എനിക്ക് എന്തെങ്കിലും കുഴപ്പം വന്ന് എന്നെ തല്ലാൻ ആരെങ്കിലും വന്നാൽ എന്റെ കുട്ടി മുമ്പിൽ കരുതലായിട്ടാവും കരുതിയിട്ടുണ്ടാവും. ഏതുപോലെ എന്നറിയോ? ഇപ്പൊ നമ്മളെ വാപ്പി ഇനി നമ്മളെ പറ്റി കരുതുന്ന പോലെ നമ്മുടെ വാപ്പി ഇനിയും ഇപ്പൊ നമ്മളെ കുറിച്ച് എന്താണോ കരുതുന്നത് ഇതേപോലെ ആ വാപ്പി ഇനി കരുതിയിട്ടുണ്ടാവും. പ്രിയപ്പെട്ട മക്കളെ, ലഹരി നമ്മൾ വിചാരിക്കുന്ന പോലെയേ അല്ല. ഇസ്ലാം നമ്മളോട് നിഷിദ്ധമാണ് എന്ന് അള്ളാഹ് വിലക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്മക്കാണ് തിരിച്ചറിവുണ്ടാകണം. ആ വാപ്പാനിമാനെ പറ്റിച്ച് ദുനിയാവിൽ കിട്ടുന്ന ഒരു ആസ്വാദനങ്ങൾക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനം നൽകാൻ പറ്റൂല തിരിച്ചറിയണം. എത്ര കാലം നമ്മളൊപ്പം ഉണ്ടാകാം? നിങ്ങൾ വെറുതെ ആലോചിച്ചു. അവനാന്റെ ഉമ്മ വാപ്പ അവരോട് നമ്മൾ എന്നും സംസാരിക്കണം. ഭാഗ്യ വീട് വെച്ച് മാറിപ്പോകണോ? എന്നും ആ വീട്ടിൽ പോയി ഇമ്മാനും ബാപ്പാനും കാണണം. നിങ്ങൾ ഹോസ്റ്റലിൽ എത്താറോ? എന്നും ബാപ്പാനും ഇമ്മാനും വിളിക്കണം. ഇമ്മാനെ വിളിച്ചാൽ എന്താ വാപ്പാന്റെ വർത്താനം ചോദിക്കരുത്. വാപ്പാക്ക് ഫോൺ കൊടുക്കി, ഇമ്മ എന്താ വാപ്പ അവന്റെ വർത്താനം ബാപ്പാന് ചോദിക്കണം. ബാപ്പ എന്നും ഞങ്ങൾ ശത്രുക്കൾ. ഒരു വാപ്പനോട് പറഞ്ഞു, ഉപദേശിക്കാൻ തുടങ്ങുന്നവരെ എന്റെ കുട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. ഉപദേശിക്കാൻ ഞാൻ തുടങ്ങിയതോടുകൂടി എന്റെ കുട്ടിക്ക് എന്നെ ഭയങ്കര വെറുപ്പായി. നമ്മളെ കൗമാരത്തിൽ കയറിയ ഞാൻ എനിക്ക് വലിയ സംഭവിക്കണേ, ഞാൻ ഭയങ്കര വലിയ ആളായിക്കണേ, ഞാൻ വാപ്പാനത്ര വെറുപ്പായിക്കണേ, ഉമ്മാനെ തടയിക്കണേ, ഇനി ഞാൻ എന്റെ കാര്യം നോക്കുന്നത് വീമ്പത്തല്ല അവസാനിപ്പിക്കാം. നമ്മൾ കൗമാരത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ ഒരുപാട് മാറ്റണ്ടോ? ശരിയാണ്, മാറ്റണ്ടോ? ആ മാറ്റത്തിന്റെ കൂടെ തിരിച്ചാൽ നമ്മൾ ആ സമയത്ത് ഒരുപാട് അപകടങ്ങളിൽ പോയി ചാടാൻ സാധ്യത കൂടുതൽ. സയന്റിഫിക് വശമൊക്കെ ഞാൻ സമയത്ത് പറയണില്ല. പക്ഷെ നിങ്ങളുടെ വാപ്പാക്കും ജീവിതം കൃത്യമായിട്ട് ആ ജീവിതം കൃത്യമായി അറിയുന്ന നിങ്ങളുടെ വാപ്പയും ഉമ്മയും നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ നാളെ നിങ്ങൾ സന്തോഷിക്കും.
അന്ന് എന്റെ വാപ്പ എന്നോട് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട്, അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞതുകൊണ്ട്, ആ വിഷയം നമുക്ക് താല്പര്യമില്ലാത്താണ് എന്ന് പറഞ്ഞുകൊണ്ട്, ആ ക്യാമ്പസ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, ആ കൂട്ടുകെട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, രാത്രി അങ്ങാടി ഇറങ്ങണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, ചെങ്ങായിമാര് മാത്രം ടൂറിന് പോണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, ജീവിതത്തിൽ അത് നന്മയായിരുന്നു എന്നുള്ള വിഷയം ഭാവി നമ്മൾ തിരിച്ചറിയും. ഭാവി നമ്മൾ തിരിച്ചറിയിപ്പിക്കും. നമ്മൾ പറയും, അന്ന് വാപ്പയുടെ ശകാരങ്ങൾ, അന്ന് വാപ്പയുടെ നിയന്ത്രണങ്ങൾ, അന്ന് വാപ്പയുടെ തീരുമാനങ്ങൾ അതായിരുന്നു ഇന്നത്തെ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് നമ്മൾ നാളെ ഭാവിയിൽ പറയും. അള്ളാഹ് പറയിപ്പിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ആ വാപ്പയും ഉമ്മയും മനോഹരമായിട്ട് സ്നേഹിക്കാൻ പറ്റണം. മനോഹരമായിട്ട് സ്നേഹിക്കാൻ പറ്റണം. നമ്മങ്ങനെ സ്റ്റാറ്റസ് കൊണ്ട് നടക്കലല്ല സ്നേഹം. ഉമ്മാനോടും ബാപ്പാനോടുള്ള പെരുമാറ്റം അവർക്ക് തോന്നണം, എന്റെ കുട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ടാന്നുള്ളത്. വലിയ കാര്യമാണല്ലേ ഓന്റെ പെരുമാറ്റം, ഓളെ വർത്താനം കേട്ടാലേ ഓൾക്ക് ഞാൻ കഴിഞ്ഞാല് വേറെ എന്തും ഉള്ളൂ എന്നുള്ളത് ഇത് തോന്നണം. ഇത് തോന്നിപ്പിക്കാൻ പറ്റണം. നമ്മുടെ വാപ്പയും എന്നെ ഭയങ്കര ചൂടന്മാരല്ല. നിങ്ങളുടെ വാപ്പ ഉത്തരവാദിത്തത്തിന്റെ മാണ്ടക്കെട്ടുകൾ പേരാൻ തുടങ്ങിയപ്പോ ചിലപ്പം സ്വഭാവം കുറച്ച് പരുഷമായി മാറിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് പോയി ചേർത്ത് പിടിച്ച് ചുംബനം കൊടുത്തു നോക്കി, പ്രശ്നം തീരും. 2 ദിവസം കഴിഞ്ഞ് നിങ്ങളെ വാപ്പ തണുക്കും, നിങ്ങളെ വാപ്പ ചിരിക്കാൻ തുടങ്ങും, നിങ്ങളെ വാപ്പ തമാശ പറയാൻ തുടങ്ങും, നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കുടുംബം എന്നത്തെക്കാളും മനോഹരമായി നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. അത് തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഗൗരവത്തിൽ അവനാന്റെ കുടുംബം മനോഹരാക്കുന്ന ബോധ്യമുണ്ടാവണം. ഏതെങ്കിലും ബ്ലോഗർമാരെ കണ്ടാണ്ട് അയാളുടെ കുടുംബത്തെ ഭയങ്കര ഉഷാറ്, എന്റെ കുടുംബം ഒന്നും 5 പൈസ പറ്റൂല എന്ന് വർത്താനം പറയില്ലേ. നമ്മുടെ വാപ്പിയും ജീവിതത്തിൽ എല്ലാവരും ഒരേമാതിരി ആകൂല, എല്ലാവരുടെ സ്വഭാവം ഒരേമാതിരി ആകൂല. പക്ഷെ എനിക്കൊറ്റ വാപ്പുള്ളൂ, എനിക്കൊറ്റ ഉള്ളൂ. അവരെ അംഗീകരിച്ച്, അവരെ വേദനിപ്പിക്കാതെ, അവരെ പ്രയാസപ്പെടുത്താതെ, അവരെ മനസ്സമാധാനം കളയാതെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതാണ് ചോദ്യം. അതിന് പറ്റണം, ഗൗരവത്തിൽ പറ്റണം. നിങ്ങളെ വാപ്പാക്കും നിങ്ങളെ പറ്റി ആവലാതിണ്ട്. എന്താ ആവലാതി? ഞാൻ മരിച്ച എന്റെ കുട്ടിന്റെ കല്യാണം ആരാ നടത്തുന്ന പേടി നിങ്ങളെ വാപ്പാക്കുമാക്കും ഇല്ല. ഞാൻ മരിച്ച എന്റെ കുട്ടിന്റെ പഠനം, പട്ടിണി, ഇതൊന്നും നിങ്ങളെ വാപ്പാക്കുമാക്കും പേടിയേ അല്ല. പിന്നെ എന്താ പേടിയെന്നറിയോ? എന്റെ കുട്ടിയുടെ ധാർമ്മികതയാണ് വിഷയം, എന്റെ കുട്ടിയുടെ മതമാണ് വിഷയം, എന്റെ കുട്ടി വഴിതെറ്റി പോകുമോ എന്നുള്ളതാണ് വിഷയം. ഇതാണ് പേടി. കാവലും കരുത്തുമാകണം നിങ്ങൾ. അതിനാണ് ഈ സമ്മേളനം. ആ ആശയിലെ മക്കളെ കുറിച്ച് ആശക്ക് പകരം ആശങ്കപ്പെട്ടുകൊണ്ടൊക്കെ വാപ്പിമ്മി പേപ്പറിൽ കാണുന്ന വാർത്തകൾ നമ്മളെ വാപ്പി വായിക്കണ്ടേ? നാളെ എന്റെ കുട്ടി ഇതിനോട് ചെയ്യൂല എന്ന് പറയാൻ എന്തു ഗ്യാരണ്ടി നമ്മൾ കൊടുത്തേ? നമ്മുടെ ജീവിതമാകണം ഗ്യാരണ്ടി. വാപ്പ ഇന്നെ കുറിച്ച് നിങ്ങൾ ആവലാതിപ്പെടണ്ട, ഉമ്മ നിങ്ങൾ ഇതിനെ പറ്റി ആശങ്കപ്പെടണ്ട. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു ബന്ധം എനിക്കില്ല, നിങ്ങൾ അറിയാൻ പാടില്ലാത്തൊരു ശീലം എനിക്കില്ല എന്ന് വാപ്പാനും ഉമ്മാനും സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. അവർക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റണം. അത് സംശുദ്ധമായ ജീവിതം മുന്നോട്ട് നമ്മൾ ക്രമീകരിക്കണം മക്കളെ. ഇത് ഗൗരവത്തിൽ ആലോചിച്ചു. വാപ്പിയും ഉള്ള കാലം സ്നേഹിക്കാം. നിങ്ങളുടെ കണക്കൂട്ടി റസൂൽ പറഞ്ഞ ആയുസിന്റെ വയസ്സിന് 63 നിങ്ങളുടെ വാപ്പാന്റെ വയസ്സ് കുറച്ച് നോക്കി, 73 അല്ലെങ്കിൽ 63 നിങ്ങളുടെ ഉമ്മാന്റെ വയസ്സ് കുറച്ച് നോക്കി. നിങ്ങൾക്ക് എത്ര കൊല്ലം കിട്ടുന്നുണ്ട്? വെറുതെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു എത്ര കൊല്ലം കിട്ടുന്നുണ്ട്? അത്രേ ഉള്ളൂ. മാക്സിമം അത്ര കൊല്ലേ ഇനി വാപ്പാനെ കിട്ടുള്ളൂ, നിങ്ങൾ അമ്മാനെ കിട്ടുള്ളൂ. അത്ര കൊല്ലേ കിട്ടുള്ളൂ എങ്കിൽ എന്തിനാണ് പോലെ ഇറങ്ങണേ? എന്തിനാ വേദനിപ്പിക്കുന്നത്? എന്തിനാ കൊല തിരുത്താൻ പോണത്? അത്ര മാക്സിമം എനിക്ക് ഇത്ര കൊല്ലേ അവരെ പ്രാർത്ഥന കിട്ടുള്ളൂ. മാക്സിമം ഇനി ഇത്ര കൊല്ലേ ഞാൻ അവരെ നോക്കേണ്ടി വരുള്ളൂ. മാക്സിമം ഇനി ഇത്ര കൊല്ലേ അവർ എന്റെ കൂടെ ഉണ്ടാവുള്ളൂ. മാക്സിമം ഇത്ര കൊല്ലേ എനിക്ക് അവരുടെ സ്വർഗം കിട്ടുള്ളൂ. അത്ര അത് വേഗം തീരും. ഞാനിങ്ങനെ കഴിഞ്ഞൊരു സംസാരത്തിൽ പറഞ്ഞു, ബാപ്പാന്റെ ചെരുപ്പ് വീടിന്റെ മുറ്റത്തു കാണാനാണ് നിർഭയത്വം. അത് പറയുമ്പോൾ എനിക്ക് ഡീപ്പായ ആശയം മനസ്സിലില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ, എവിടെയോ വായിച്ചു നോക്കിയത്. പക്ഷെ അതിന്റെ താഴെ ഒരു പെൺകുട്ടി കമന്റ് ചെയ്തു, 5 കൊല്ലം മുമ്പാണ് വാപ്പ മരിച്ചു. ബാപ്പാന് 2 ജോഡി ചെരുപ്പ് വൈകുന്നേരമാകുമ്പോ ഒരു ജോഡി വീടിന്റെ മുൻഭാഗത്തും വേറെ ജോഡി വീടിന്റെ പിറകു ഭാഗത്തും കൊണ്ടുപോയി വെക്കും. എന്തിനാ വെക്കണറിയോ? ഇവിടെ ഒരു പുരുഷനുണ്ട് എന്ന് ആൾക്കാർ അറിയിക്കാൻ. ഞങ്ങൾ ഒറ്റക്കല്ല, ഒരായി പെരുകുണ്ട് എന്ന് മനുഷ്യന്മാർ അറിയിക്കാൻ. ബാപ്പ എന്ന് പറഞ്ഞ ധൈര്യം. ഉള്ള കാലത്തെ വലുപ്പവും വലുപ്പത്തിനും നമുക്ക് മനസ്സിലാവില്ല.
പക്ഷെ പോയി കഴിഞ്ഞാൽ ബാപ്പ നൽകിയിരുന്ന നിർഭയത്വം എന്താന്ന് മനസ്സിലാവും. അഡ്രസ്സാ. അങ്ങനെയുള്ള ഉമ്മ ആരാ? അത് വളപ്പിൽ കാതന്റെ മോളാ, അബോക്കറിന്റെ മോനാ. അഡ്രസ്സാ. ആ അഡ്രസ് പോയാണ്ടല്ലോ ജീവിതം നമ്മളെ കയ്യിൽ നിൽക്കൂല. നിങ്ങളെ ബാപ്പുള്ള കാലങ്ങളിൽ ഒരു പ്രശ്നങ്ങൾ കുടുംബത്തിൽ അറിയില്ല, ഒരു വേദന അറിയില്ല, ഒരു കടഭാരം അറിയില്ല. നിങ്ങളെ ബാപ്പാന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിന്റെ പേര് എന്തെങ്കിലും പട്ടിണി കിടന്ന് ഉറങ്ങിയോ? ഉറങ്ങൂല. ബാപ്പാന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിന്റെ പേര് ചെരുപ്പിടാതെ വെറുംകാലത്ത് സ്കൂളിൽ പോയിയോ? പോകൂല. ബാപ്പ അയക്കൂല. പക്ഷെ ബാപ്പ പെട്ടെന്ന് പോയാണല്ലോ. പിന്നെ ഈ പ്രശ്നം ഇങ്ങനെ ഏറ്റുവാങ്ങും. അത് ഏറ്റുവാങ്ങാൻ മാത്രമുള്ള പ്രാപ്തി ഇത് കിട്ടണമെന്നില്ല. ഇത് ഗൗരവത്തിൽ ആലോചിച്ചോളി. ഉള്ള സമയം മനോഹരമായി സ്നേഹിച്ചോളി. ഗൗരവത്തിൽ ആത്മാർത്ഥമായി ആലോചിച്ചു. ഇത്ര കൊല്ലം ഉണ്ടാവുള്ളൂ എങ്കിൽ ഞാൻ ഇനി എന്തിനാണ് അവരെ കുറ്റപ്പെടുത്തി വർത്താനം പറയും. ചില ആൾക്കാര് ഭയങ്കര കേമത്തരായി കുട്ടികളോട് പറയും, ഞാൻ എന്റെ വാപ്പാട് മുണ്ടലല്ല, ഞാൻ എന്റെ അമ്മാനൊക്കെ വർത്താനം കൊണ്ട് കുറെ ദിവസമായി. എന്ത് കേമത്തരാന്ന് പറയണേ? ഈ പറഞ്ഞ ചെങ്ങായിമാരൊക്കെ ഒരു കാലം കഴിഞ്ഞ് അങ്ങനെ പോകും. അത് കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ നിങ്ങളെ കൂടെ ബാക്കി ഉണ്ടായാലും നിങ്ങളെ ബാപ്പി ഇനി മാത്രം. അവരും കൂടെ പോയി കഴിഞ്ഞ് നമ്മൾക്ക് നമ്മുടെ വീടല്ലാതാവും. ഒരു കെട്ടിടം മാത്രമായി വീട് ഇങ്ങനെ ഫീൽ ചെയ്യും. കഴിഞ്ഞ ആഴ്ച 28 വയസ്സ് ചെറുപ്പക്കാരൻ മെസ്സേജ് ഇട്ട് പറഞ്ഞേ, ഉമ്മയും അനിയനും കൂടെ തന്നെ ഒരു കുടുംബ വീട്ടിലേക്ക് പോണ സമയം ഒരു ആക്സിഡന്റ് ആയിട്ട് ഉമ്മ മരിച്ചു. അതാവുമ്പോ അടുത്ത ഒരു എന്തായോ, ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒക്കെ നല്ലതൊക്കെ നോക്കി. എനിക്ക് അങ്ങനെയൊന്നും സ്നേഹിക്കാൻ പറ്റില്ല. നിസ്കാരത്തെ കുറിച്ച് ബോധം വന്ന് നമുക്ക് നിസ്കാരം നമ്മൾ തുടങ്ങാം. സക്കാത്ത് കൊടുക്കാത്തപ്പോഴൊക്കെ നമുക്ക് വീണ്ടും സമ്പത്ത് എടുത്ത് കൊടുക്കാം. ബാപ്പാനും ഉമ്മാനും വില മനസ്സിലാക്കുമ്പോൾ ബാപ്പയും മരിച്ചു പോയിക്കണമെങ്കിൽ പിന്നെ ആ കുറ്റബോധം ജീവിതാവസാനം പേറി അല്ലാഹുവേ എന്ന് പറഞ്ഞ പരിതപിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കരയുന്നതിനേക്കാളും ഉത്തമം കൂടെയുള്ള സമയം മനോഹരമായി സ്നേഹിച്ചിട്ടുണ്ടല്ലോ എന്ന് ആശിക്കാനും സമാധാനപ്പെടാനും പറ്റലാണ് എന്ന വിഷയം ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുക. സംസാരിക്കണം, മാന്യം സംസാരിക്കണം. എന്റെ ബാപ്പാനിമാനി ഞാൻ എന്തിനാ പരിപാലിക്കണം വെച്ചാലേ, എന്നെ പ്രസവിച്ചോണ്ട് നല്ല ഉത്തരം, എന്നെ പരിപാലിച്ചോണ്ട് എന്നല്ല ഉത്തരം, എനിക്ക് വേണ്ടി ജീവിതം മാറ്റിമറിച്ചോണ്ട് എന്നല്ല ഉത്തരം. ഒറ്റ ഉത്തരവുള്ളൂ, അള്ളാന്റെ നിയമ, അള്ളാന്റെ വിദ്യ, അവരെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ കൂടെ എന്റെ ബാപ്പാക്കുമ്മാക്കും ഞാൻ നന്മയുള്ളത് എന്റെ അള്ള പറഞ്ഞതാ, എന്റെ റബ്ബിന്റെ കൽപ്പനയാണ്. ആ വാപ്പ എനിക്ക് ആരാ? വാപ്പ എനിക്ക് സ്വർഗ. വാപ്പാന്റെ വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാട. അൽവാനിദു ഔസതു അബ്വാബിൽ ജന്ന. ഉമ്മയാല ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. ഹദീസിന്റെ സനദ് തെറ്റുണ്ടെങ്കിലും ആ ഹദീസിന്റെ ആശയം പരിപൂർണമായി ശരിയാ. ഉമ്മയെ പരിപാലിച്ചാൽ, ഉപ്പയെ സ്നേഹിച്ചാൽ, ഉപ്പയെ പരിപാലിച്ചാൽ ജീവിതത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗം. ഖുർആൻ പറയാം, സംസാരിക്കണോ ഏറ്റവും മനോഹരമായി സംസാരിക്കണം. പിന്നെയോ അവരെ ആട്ടി അകറ്റരുത് എന്ന് പറഞ്ഞു, ആട്ടരുത് എന്ന് പറഞ്ഞു, തെറിവാക്കുകൊണ്ട് ആക്ഷേപിക്കരുതെന്ന് പറഞ്ഞു. ഒരു വീട്ടിൽ ഒരു മകൻ, പിന്നെ അടുത്ത മാസം വേറെ മകന്റെ വീട്ടിൽ, ഇങ്ങനെ വാപ്പാക്കും ഉമ്മാക്കും കൊരങ്ങന്മാരെ പോലെ ജീവിക്കേണ്ട അവസ്ഥ. മക്കളായ നമ്മൾ വരുത്തരുന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ചെയ്യുന്ന പോലും പറയരുതെന്ന് പഠിപ്പിച്ചു. മുഖം കൊണ്ട് പോലും വാപ്പാക്കും ഉമ്മാക്കും ഒരു നീരസം നമ്മുടെ വർത്തമാനത്തിൽ ഉണ്ടാകരുത് എന്ന് പഠിപ്പിച്ചു. പരിഗണിക്കണമെന്ന് പഠിപ്പിച്ചു, അവഗണിക്കരുത് എന്ന് പഠിപ്പിച്ചു, ചേർത്ത് പിടിക്കണമെന്ന് പഠിപ്പിച്ചു, ചുംബിക്കണമെന്ന് പഠിപ്പിച്ചു, സ്പർശിക്കണമെന്ന് പഠിപ്പിച്ചു. ഒറ്റ ചോദ്യമുള്ളൂ, അവനന്റെ വാപ്പാനെ ലാസ്റ്റ് തൊട്ടതെന്ന, നിങ്ങളെ വാപ്പാനെ അവസാനം തൊട്ടതെന്ന, നിങ്ങളെ ഉമ്മാക്ക് അവസാനം ഉമ്മ കൊടുത്തെന്ന, നിങ്ങളെ ഗൗരവത്തിൽ നാലേക്ക് സ്നേഹത്തോടെ മധുരമായ ഉമ്മയോട് സംസാരിച്ചെന്ന. ഉപ്പാക്ക് എന്താ വർത്താനം, ഉപ്പാക്ക് എത്ര കടണ്ട്, ഉപ്പാക്ക് എന്താ രോഗപ്പ, എന്താ മുഖത്തൊരു വാട്ടം എന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. നമ്മളെ ദുനിയാവിലെ വാപ്പയും പോയി കഴിഞ്ഞാൽ അത് വേറെ ഒന്നിനും പകരാവില്ല. നമുക്ക് നാളെ വലിയൊരു ബംഗ്ലാവ് വീടുണ്ട്, ഉമ്മാക്കും വാപ്പാക്കും പകരാവില്ല. നമുക്ക് നാളെ നല്ല ഭർത്താവിനും ഭാര്യയും കിട്ടി, ഉമ്മാക്കും വാപ്പാക്കും പകരാവില്ല. നമുക്ക് മക്കളുണ്ടായി, പകരാവൂല. ഏസിട്ട് വണ്ടിയുണ്ട്, പകരാവൂല. എന്റെ പകരാവാത്ത ഈ ദുനിയാവിൽ ആർക്കും നമ്മളൊരു കാര്യം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ ഞങ്ങളെ വാപ്പി അങ്ങനെയല്ല.
ക്ലാസ് കഴിഞ്ഞ് 5-6 ക്ലാസ് കേട്ട് ക്ഷീണിച്ച് വീട്ടിൽ പോയി കാലിനും ചെരുപ്പൻ വരുമ്പോ കാല് ഇടന്ന ഉമ്മ കാണും. എന്താ എന്റെ കുട്ടിക്ക് ക്ഷീണുണ്ടോ എന്ന് ഉമ്മ ചോദിക്കും. എന്റെ കുട്ടി പോയി കുറച്ചു നേരം കിടന്ന് ഉമ്മ ഇങ്ങോട്ട് പറയും. സ്കൂളിൽ ഒന്നോ ചീത്ത കിട്ടിയാൽ വീട്ടിൽ ചെന്ന് അത് അഭിനയിച്ചാൽ പുറത്തേക്ക് ചിരിച്ചുമ്പോഴും ആപ്പയോ ഉമ്മയോ പറയും, എന്തോ ഒരു ചീത്ത കിട്ടിയ ചേന്റെ കുട്ടിക്കുണ്ടല്ലോ, ഇത് ദുനിയാവ് ബാപ്പാക്കും ഉമ്മാക്കും അല്ലാതെ മനസ്സിലാവുന്ന മക്കളെ. അവരെ ഉള്ളിന്ന് വരുന്ന പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ മനോഹരമായിട്ട് മുന്നോട്ട് പോടെ. അത് ഗൗരവത്തിന് ആലോചിച്ചോളി. നമ്മൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കില്ല പിന്നെ ബാപ്പാക്കും നോക്കും. പക്ഷേ ഒരു നേരത്തെ പ്രാർത്ഥനയിൽ പോലും നമ്മളെ മറക്കാത്ത ഉമ്മയും ബാപ്പയും ഉണ്ട്. നിങ്ങളെ ബാപ്പിയും ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യം. എന്തുകൊണ്ട് അങ്ങനെ പറയണറിയോ? കഴിഞ്ഞ 2022 ഡിസംബറിൽ ഇവിടെ കാലക്കുന്ന് നടത്ത പുലർത്തുന്ന പ്രദേശത്തിന് ക്ലാസ് എടുക്കാൻ പോയപ്പോ ഒരു ഉമ്മ എന്നെ കാണാൻ വന്നു. ഞാൻ ഇതേ വർത്താനം പറഞ്ഞു, മാതാപിതാക്കൾ ജീവിക്കുന്ന കാലത്ത് മക്കൾ മരിക്കാൻ മക്കൾക്ക് ഭയങ്കര ഭാഗ്യം. ആ ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഒരു നിങ്ങളെ സംസാരത്തിൽ പറഞ്ഞൊരു ഉമ്മല്ലേ, ആ ഉമ്മയാണ് ഞാൻ. ഉമ്മയുടെ അടുത്ത് പറയുന്നറിയോ, എന്റെ കുട്ടി മരിച്ചിട്ട് 1518 ദിവസമായി. ഉമ്മ എണ്ണ 1518 ദിവസമായി. ഇന്നോളം എന്റെ ഒരു പ്രാർത്ഥനയിലും എന്റെ കുട്ടി വരാതിരുന്നിട്ടില്ല. ഇവിടെ ആരോട് ചോദിച്ചാലും പറയും എന്റെ കുട്ടി സ്വാലിഹായ കുട്ടി. പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ പറ്റുന്ന ബാപ്പാക്കുമാക്കുള്ള അഭിപ്രായം എന്താ? എന്റെ കുട്ടി നല്ല കുട്ടിയാണെന്ന് പറയും. എന്റെ കുട്ടി കാര്യങ്ങൾ കണ്ടത് ചെയ്യുന്ന കുട്ടിയാണെന്ന് പറയും. ഏക മക്കളെ ബാപ്പാക്ക് ഇഷ്ടം വെളുത്ത പണി ഫുള്ള് കണ്ടറിഞ്ഞെടുക്കുക. ബാപ്പയും ഉമ്മയുമായ നിങ്ങളുടെ മാതാപിതാക്കൾ ഒന്നും സംസാരിക്കാതെ വെളുത്ത പണി ഫുള്ള് എടുക്കുന്ന കുട്ടി ഇഷ്ടം അല്ല. നിങ്ങളെ വീട്ടിലത്തെ പണിയെടുക്കുക അല്പം പിറകിലാണെങ്കിലും അത് അല്പം മോശമാണെങ്കിലും ഉമ്മാനും ബാപ്പനെ സഹായിക്കുന്നു. കൂടെ ഉമ്മ എന്താ വർത്താനം, ബാപ്പ എന്താ വേണ്ടി ചായണം. ബാപ്പയോടും ഉമ്മയോടും സംസാരിക്കുന്ന, അവരെ കൂടെ പണികളിൽ ഏർപ്പെടുന്ന മക്കളെ എല്ലാ ബാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടം. അല്ലാതെ നിങ്ങളെ ബാപ്പാക്കും ഉമ്മാക്കും മാത്രമായി പ്രത്യേക സ്ട്രാറ്റജി ഒന്നുമില്ല മക്കൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഗൗരവം ഞാൻ നിർമ്മിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കാൻ. ബാപ്പയും ഉമ്മയും ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാവലുകളാണ്. അവരെ കൂടെയുള്ള സമയം സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം, അവരെ പരിഗണിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അവർക്ക് അവരെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നത്തെ ചെറുതേക്കാളും നമ്മളിങ്ങനെ വാപ്പാന്റെ കൈക്കോട്ടുമാരി കുറെ ഇങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടാവും, അത് ഇത് അച്ഛനുണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്ന പണം കൊണ്ട് വാപ്പാക്ക് ഇപ്പോഴൊരു വാച്ച്, ചെരുപ്പ്, ഒരു കുപ്പായശീല, ഉമ്മാക്കൊരു പർദ്ദ, ഉമ്മാക്കൊരു മാക്സി, ഇതൊന്നും നമ്മൾ ഇപ്പോഴും വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മുടെ വാപ്പ ധരിക്കുന്ന കുപ്പായം 800 രൂപയുടെ താഴെ വരുന്നതും നമ്മുടെ കുപ്പായം 2000-ന് മുകളിലേക്കാണ്. നമ്മളൊക്കെ ഓരോ ഡ്രസ്സിനെ ഒപ്പിച്ച വാച്ചും സ്ട്രൈപ്പ് ഉണ്ടാകുമ്പോഴും വാപ്പ 10 കൊല്ലമായിട്ട് ഒരേ വാച്ചേക്കാലം. നിങ്ങളുടെ അമ്മാന്റെ വാറ് പൊട്ടാനെ ചെല്ലുമ്പോൾ എപ്പോഴും ജീവിക്കണേ. ഗൗരവത്തിൽ ആലോചിച്ചോളി. നമ്മളെ സ്വർഗമാണ് നിങ്ങളെ പരിഗണിക്കുന്ന പരിഗണനകൾ ആണത്. ഒറ്റ കണ്ടീഷന്റെ വാപ്പാനും മനസ്സിലാക്കേണ്ടേ സ്വർഗം, അതിന്റെ സ്വർഗം. ഞാൻ അവരോട് സംസാരിക്കുന്നില്ല സ്വർഗം. ഇത് നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന, ഉമ്മയോടും ബാപ്പയോടും മധുരമായി സംസാരിക്കാൻ ശീലിക്കുന്ന, അവരെ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ച് കൊടുക്കുന്ന, അവർക്ക് അഭിമാനമാകുന്ന വിധം അപമാനമാകാതെ വളരുന്ന മക്കളാക്കി അല്ലാഹു നമ്മളെ എല്ലാം പരിവർത്തിപ്പിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.